കണ്ടോ, നല്ല രീതിയിൽ പവറുണ്ടോ, നല്ല രീതിയിൽ പവർ വരുന്നുണ്ട്. ഇപ്പോൾ ഷോക്ക് അടിക്കാനുള്ള കാരണം ഇത് പൗഡർ കോട്ടിങ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നേ ഒരു ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടോ. നമ്മുടെ ഈ മോട്ടറിൻ്റെ പാനലുണ്ടല്ലോ, ഇതിലാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എന്താ അവിടെ സംഭവം വെച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഓൾറെഡി മോട്ടർ ഓൺ ആക്കുന്ന സമയത്ത് ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. ഷോക്ക് അടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് മോട്ടർ ഓൺ ആക്കി വെക്കാം. ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂ ടെസ്റ്റ് വെച്ചിട്ട് ഇതിൽ ഇപ്പോൾ ഇവിടെ ഒന്നും ഫേസ് കാണിക്കുന്നില്ല അല്ലേ. പവറുണ്ട് കേട്ടോ, പവറുണ്ട് ഉണ്ടോ, 230 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. പവറൊക്കെ ഉണ്ട്, ബോഡിയിൽ എവിടെയും കാണിക്കുന്നില്ല. അപ്പോൾ അത് മോട്ടർ ഓണാക്കിയപ്പോൾ അടിച്ചു എന്നാണ് പറഞ്ഞത്. മോട്ടർ ഓണാക്കിയപ്പോൾ അടിച്ചു എന്ന് എന്താ കാണിച്ചു തരാം. മോട്ടർ ഓണായി 13 ആംപിയർ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓണാക്കി കണ്ടോ, നല്ല രീതിയിൽ പവറുണ്ടോ, നല്ല രീതിയിൽ പവർ വരുന്നുണ്ട്. ഇപ്പോൾ ഷോക്ക് അടിക്കാനുള്ള കാരണം ഇത് പൗഡർ കോട്ടിങ് ആണ്. പക്ഷേ മോട്ടർ ഓണാക്കിയ സമയത്ത് ഈ കാണുന്ന ഇതിൽ ടച്ചായി, ആൾ ഓണാക്കുന്ന സമയത്ത് ഇവിടെ ടച്ചായി. അത് കാരണം കൊണ്ടാണ് ട്രിപ്പായി അല്ല ഷോക്ക് അടിച്ചത്. അപ്പോൾ അത് വേറൊരു ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ RCCB ഉണ്ട്. അപ്പോൾ RCCBൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിങ് സംഭവിക്കുന്നില്ല കേട്ടോ. ഇത് കംപ്ലൈൻ്റ് ആണ്. ഷോക്ക് അടിച്ച സമയത്ത് താന്നുണ്ടായിരുന്നില്ല. നോക്കിക്കണ്ടോ, ഇത് വർക്കിംഗ് അല്ല. അപ്പോൾ മോട്ടർ ഓഫ് ആക്കിയിട്ട് നമുക്ക് നോക്കാം. മോട്ടർ ഓഫായി. എന്നിട്ട് നമുക്ക് ഇവിടെ പവർ കാണിക്കണ്ടോ നോക്കാം കേട്ടോ. പവർ കാണിക്കുന്നില്ല. അപ്പോൾ മോട്ടർ ഓൺ ആവുന്ന സമയത്ത് മാത്രമാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കി വെക്കാം. അത് അയച്ചു നോക്കാം കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ നമ്മൾ ഈ വർക്ക് സൈറ്റിലൊക്കെ വരുന്ന സമയത്ത് പണിക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അവരെ കാലിൽ ഫുള്ള് വെള്ളമായിരിക്കും. ടൈൽസ് പണിക്കാർക്കാണ് ഇവിടെ ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അവിടെ. അപ്പോൾ കാലിന് ഷോക്ക് വെള്ളം ആയതുകൊണ്ട് എടുക്കുന്ന സമയത്ത് ഷോക്ക് അടിച്ചത്. അപ്പോൾ എന്തായാലും ഡേഞ്ചർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് ആൾക്ക് ഷോക്ക് അടിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പൗഡർ കോട്ടായതുകൊണ്ട് അടി കമ്മിയായിരുന്നു. പക്ഷെ ആൾ വിട്ടത് ഇതിലാണ്, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതടിച്ചിക്കാണ്, ഡ്രിബിറ്റ് അടിച്ചിക്കാണ്. അപ്പോൾ ഇതിലേക്ക് ഫേസ് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ സ്വിച്ച് ഓഫ് ആക്കാം. മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് എന്താ സംഭവം, വയർ എവിടെയെങ്കിലും ഈ സാധാരണ രീതിയിൽ ഇതിൻ്റെ വയറൊക്കെ ഇങ്ങനെ ഈ ബോഡിയിൽ ടച്ചായിട്ട് വല്ല ഉരുകയോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ കംപ്ലയിൻറ്റ് വരാറ്. ഇവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കപ്പാസിറ്റർ ലീക്കേജ് ആയാലും വരും കേട്ടോ. കപ്പാസിറ്ററൊക്കെ ലീക്കേജ് ആയാലും വരും. ഇവിടെ വയറും കാര്യങ്ങളൊന്നും ടച്ചിങ് കാണാനില്ല. അപ്പോൾ നമുക്കൊന്നുകൂടി ഓണാക്കി നോക്കാം. ഓണാക്കിയിട്ട് പവർ ബട്ടൺ അമർത്താം. മോട്ടർ ഓണായി. എന്നിട്ട് വെച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഇഷ്യൂ കാണിക്കുന്നില്ല. സംഭവം എന്താണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും. ഇഷ്യൂ കാണിക്കുന്നില്ലെങ്കിൽ ഇതിപ്പോൾ നോക്കണ്ട കേട്ടോ. ഇതിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നൊരു വരികയാണ്. ഇതിൽ കൂടി ഇതിൻ്റെ എൻഡിലൊക്കെ വെക്കുമ്പോൾ നോക്കണ്ട. ചെറിയൊരു ഇവിടുന്ന് പിടിക്കുകയാണ്. അത് ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പിടിക്കും. ഇവിടെ ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബോഡിയിലൊന്നും നമുക്ക് എർത്ത് കാണിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നം എവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിലായിരിക്കും. ഇതിപ്പോൾ ഇതിൽ കാണിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടി കറണ്ട് പാസ് ചെയ്യാനുള്ളൂ. ഇത് ചെറിയ മൈന്യൂട്ടായിട്ട് കാണിക്കാം. നമുക്ക് ടെസ്റ്റ് വെച്ച് നോക്കാം. ടെസ്റ്റ് എടുക്കാം കേട്ടോ. ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇതിൽ പവർ കാണിക്കുന്നില്ല. ഇതിൽ കണ്ടോ കാണിക്കുന്നു, കണ്ടോ ഇതിൽ പവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയിട്ടാണ്. കംപ്ലൈൻ്റ് ആകുക പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് ആയിട്ടാണ് അത് പ്രശ്നം. ഇത് വന്നു കേട്ടോ. മോട്ടർ ഓഫ് ആക്കാം. മോട്ടർ ഓഫായി. അപ്പോൾ ഇതൊരു ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ഇത് കുറച്ച് സെക്കൻഡ് കൂട്ടി പിടിക്കണം, നല്ല റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഈ സാധനം ആയതുകൊണ്ടാണ് അവർക്ക് ഷോക്ക് അടിച്ചത്. അപ്പോൾ നമുക്കത് തൽക്കാലം ഇപ്പോൾ നമ്മൾ വേറെ സൈറ്റിൽ നിന്നാണ് വന്നത്. ഇപ്പോൾ തൽക്കാലം ഇത് കവർ ചെയ്തിട്ട് ടാപ്പ് അടിച്ചിട്ട് വെച്ചിട്ട് ഈ സാധനം മാറ്റേണ്ടി വരും. അതേപോലെ തന്നെ RCCB നമുക്ക് പെട്ടെന്ന് മാറ്റി കൊടുക്കണം. കാരണം അവർക്ക് പണി എടുക്കുന്ന സമയത്തിൽ വല്ല അപകടങ്ങളും വരികയാണെങ്കിൽ അത് മാറ്റേണ്ടതാണ്, നിർബന്ധമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഇത് നമ്മൾ ചെയ്ത കൺസ്യൂമർ പർപ്പസിൻ്റെ ബോർഡല്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളത് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ പക്ഷേ ഈ കൺസ്യൂമർ പർപ്പസിൻ്റെ ബോർഡ് നമ്മൾ ചെയ്തതല്ല. അതെന്തായാലും അവിടേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഷെഡ് പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ പാടെ മാറ്റിയിട്ട് നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് ഫൈനലായിട്ട് കാണിച്ചു തരാം. നമുക്ക് കണ്ടിന്യൂ ടെസ്റ്റ് അല്ല, ടെസ്റ്റ് വെച്ച് നോക്കാം കേട്ടോ. ടെസ്റ്റ് വെച്ച് നോക്കുമ്പോഴും പവർ കണ്ടോ, പവർ വരുന്നുണ്ട് കണ്ടോ. ബോഡി മൊത്തം പവറാണ്. ഇപ്പോൾ ഷോക്ക് അടിക്കാൻ കാരണം ഉണ്ടോ, ഇതിൽ പവർ വരുന്നുണ്ടോ. അപ്പോൾ ഇത് പിടിച്ച കാരണം കൊണ്ടാണ് ഇപ്പോൾ അവർക്ക് ഇപ്പോൾ അവിടെ ഷോക്ക് അടിച്ചത് കേട്ടോ. ഇങ്ങനെ ഇതിൽ നിന്ന് കോണ്ടാക്റ്റ് ആയിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഷോക്ക് വന്നത്.
ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഇൻസുലേഷൻ ടാപ്പ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇൻസുലേഷൻ ടാപ്പ് അടിക്കുമ്പോൾ ഈ ബോഡിയിൽ ടച്ച് ആവില്ല, അല്ല ഇത് ടച്ചിങ് നടക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ താൽക്കാലികമായിട്ടോ അത് നമ്മൾ മാറ്റി വെക്കുന്നതാണ്, അങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. എന്തായാലും ഇതൊക്കെ പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ RCCBയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സെറ്റാക്കണം. അപ്പോൾ തൽക്കാലം അവർക്ക് വെള്ളമടിക്കാൻ ഉച്ചയായി, അപ്പോൾ വെള്ളമടിക്കാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ തൽക്കാലം ടംപ് ചെയ്ത് വെച്ചിക്കുക കേട്ടോ. അപ്പോൾ അത് ഓണാക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാം. മോട്ടർ ഓണാകട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ മോട്ടർ ഓണാക്കി, പവർ വരുന്നില്ല, യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് തുടങ്ങുന്ന സമയത്ത് യാതൊരു കുഴപ്പങ്ങളും ഇല്ല കേട്ടോ. ഒരിക്കലും ടെസ്റ്റർ വെച്ചിട്ടല്ലാതെ ഒരിക്കലും നമ്മൾ പരീക്ഷണത്തിൽ നടക്കരുത്. കാരണം കറണ്ട് ഇല്ലാതെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി തൊടാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുന്നതാണ്. ഒന്നാമത് RCCB കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ട് ഒരു കവറും കൂടി കൂട്ടി പിരിച്ചിട്ട് അതിൽ വെച്ചു കേട്ടോ. ഓൾറെഡി അതിൽ ഷോക്കും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഞാൻ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കവറും കൂടി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും തന്നെ ഷോക്കില്ല. നേരത്തെ ഷോക്ക് തീരെ ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ ഒരു കവർ കൂടി സേഫ്റ്റിക്ക് വെച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ എന്തായാലും കപ്പാസിറ്ററും അതേപോലെ RCCB നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് കാണിക്കുന്നതാണ്, നെക്സ്റ്റ് ഷോർട്ട് വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ടെസ്റ്റ് വെക്കുന്ന സമയത്തൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ. ഹാരിസ്.